മാഞ്ചസ്റ്റർ സിറ്റി എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ആഴ്ഫണൽ കമ്മ്യൂണിറ്റി ഷീൽഡ് അങ്ങ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ആഴ്ഫണലിന്റെ 18ാമത്തെ കമ്മ്യൂണിറ്റി ഷീൽഡ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ഫണലിന്റെ പെർഫോമൻസ്, മാൻ സിറ്റിയുടെ പെർഫോമൻസ്, അതുപോലെ തന്നെ ചില പ്ലേയേഴ്സിന്റെ പെർഫോമൻസ്, പിന്നെ കളിയുടെ ഒരു സ്റ്റാറ്റ്സ്, പിന്നെ കുറച്ച് ടാക്ടിക്കൽ പരിപാടി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ സ്ഥിരം വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റായി, ഇപ്പോൾ തന്നെ 10:30 എന്തോ ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇനി ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയമാകും. അപ്പോൾ അടുത്ത മത്സരങ്ങൾ മുതൽ നമ്മൾ കുറച്ചുകൂടി നേരത്തെ വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, മത്സരത്തിന്റെ ആദ്യത്തെ ഒരു ലൈനപ്പ് ഒക്കെ വന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് പ്ലേയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. സാക്കയെ ഞാൻ പ്രതീക്ഷിച്ചു, ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു ഡെക്ലാൻ റൈസിനെ ഞാൻ പ്രതീക്ഷിച്ചു, ആളുമില്ല. ചെറുക്കി ആദ്യ ലോണി കാണും വിചാരിച്ചു, ആളെയും സിറ്റി കളിപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് പ്ലേയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു എന്നതായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഡിഫൻസിൽ ഞാൻ ഗുയേനെ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, ആ ഗുയേനെ. പക്ഷെ അവിടെയും സിറ്റിയുടെ ഡിഫൻസിൽ ആളും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് മാറ്റങ്ങളോട് തന്നെയായിരുന്നു മത്സരം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അറിയാലോ, എൻസോ മരസ്കയുടെ ആദ്യത്തെ ഒരു മത്സരമാണ് സിറ്റിയുടെ ഒരു ഒഫീഷ്യൽ മാച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു മാച്ചാണ്. മറുഭാഗത്ത് വളരെ സെറ്റായിട്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് കളിക്കുന്ന ആ ഒരു ആഴ്ഫണൽ. കോച്ചിന് മാറ്റമില്ല, വലിയ രീതിയിൽ പ്ലേയേഴ്സിനും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്ലേയേഴ്സ് ഒന്നും പോയിട്ടുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ടീമാണ്. മറുഭാഗത്ത് കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ടീം വിട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പൊ മത്സരം തുടങ്ങിയ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ റിക്കാർഡോ കാലഫോറിലൂടെ ഒരു ഗോള് സ്കോർ ചെയ്യുകയാണ്. ആഴ്ഫണൽ ലീഡ് നേടുകയാണ്. ആഴ്ഫണൽ എടുത്തു പറയേണ്ടത്, അവിടെ ലൂയിസ് കെല്ലി കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാസ് ഉണ്ട്. കിടിലൻ പാസ് ആയിരുന്നു. ആ ഒരു പാസ്, ആ ഒരു ഡിഫൻസ് മൊത്തത്തിൽ അങ്ങ് പൊളിച്ചടുക്കി ഞാൻ കൊടുത്തു. അത് ഈസി ആയിട്ട് എടുത്തു കൊണ്ടുപോയിട്ട് ഒരു ഫേക്ക് കാണിച്ച് ഈസി ആയിട്ട് അത് ഫിനിഷ് ചെയ്യുകയായിരുന്നു റിക്കാർഡോ കാലിഫോറി. അറിയാലോ, ഇറ്റാലിയൻ താരമാണ്. എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു വിൻ ബാക്ക് ആണ്. ആളുടെ ഒരു കിടിലൻ പെർഫോമൻസ് ഈ മാച്ചിലുണ്ടായിരുന്നു. എൻറ്റയർലി ഈ മാച്ചിന്റെ ഒരു ഫുൾ ആൾ കളിച്ചിരുന്ന അത്രയും സമയം മികച്ചൊരു പെർഫോമൻസ് ആൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി 28ാം മിനിറ്റിലായിരുന്നു രണ്ടാമത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. കൈ ഹവേർട്സ് ആയിരുന്നു രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കിടിലൻ ഹെഡർ എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ സാധാരണ ഹെഡേഴ്സ് സേവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗോൾ കീപ്പറായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഹെഡേഴ്സ് സേവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടി. അതും ഇതൊരു ബൗൺസി ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ബോളാണ്. അത് സേവ് ചെയ്യാൻ പറ്റിയില്ല. സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റാം, അങ്ങനത്തെ ഒരു ബോളായിരുന്നു. പക്ഷെ അത് സേവ് ചെയ്യാൻ പറ്റിയില്ല, അത് ഗോളായി. ഒരു നല്ല ഗോള്. അങ്ങനെ 28 മിനിറ്റ് ആകുമ്പോഴേക്കും 2 ഗോളിന്റെ ലീഡാണ്. എടുത്തു പറയേണ്ടത് സോളിസ് നൽകിയിട്ടുള്ള ഒരു ഹെഡർ പാരലൽ ബോളാണ്. അത് കൈ ഹവേർട്സിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് സോളിസിന് എത്തിക്കാൻ പറ്റി. സോളിസ് ഒരു പുതിയ പ്ലെയർ ആണല്ലോ. അപ്പോൾ ക്രിസ്റ്റോഫ് സോളിസ് എന്ന് പറയുന്നത് ഒരു പുതിയ പ്ലെയർ ആണ്. ആഴ്ഫണലിന്റെ 40 മില്യൺ യൂറോസ് മാത്രം നൽകിക്കൊണ്ട് അവര് ഒരു ക്ലബ് ബ്രൂഹയിൽ നിന്ന് എത്തിച്ചിട്ടുള്ള പ്ലെയർ ആണ് സോളിസ്. അപ്പൊ സോളിസിന്റെ ആ ഒരു കിടിലൻ ഹെഡർ, പാരലൽ ഹെഡർ ഈസി ആയിട്ട് ഗോൾ ആവുന്ന കണ്ടു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ 2-0 എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ 48ാം മിനിറ്റിൽ മാർട്ടിൻ ഒഡേഗാർഡ് ക്യാപ്റ്റനിലൂടെ വീണ്ടും ഒരു ഗോൾ ആഴ്ഫണൽ സ്കോർ ചെയ്യുകയാണ്. 3ാമത്തെ ഗോള്. ആ ഒരു ഗോളിനും അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് സോളിസ് ആയിരുന്നു. സോളിസിന്റെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ഈ മാച്ചിലുണ്ട്. അറിയാലോ, ആഴ്ഫണലിനെ സംബന്ധിച്ച് അവരുടെ വിങ്, എസ്പെഷ്യലി ആ ഒരു ലെഫ്റ്റ് വിങ് വളരെ ശോകമായിരുന്നു. കഴിഞ്ഞ സീസണിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മാർട്ടിനലി ചില മാച്ചിൽ കളിക്കും, ചില മാച്ചിൽ മോശമായിരിക്കും. അവിടത്തേക്കാണ് ഈ ഒരു പ്ലെയറിനെ സോളിസിനെ കൊണ്ടുവന്നത്. ആൾ പെർഫെക്റ്റ് ആയി. ആൾ ഫസ്റ്റത്തെ മാച്ചിൽ തന്നെ പെർഫോം ചെയ്തു എന്നത് ആഴ്ഫണലിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആളുടെ ഒരു പെർഫോമൻസ്, വളരെ മികച്ച പെർഫോമൻസ് ആണ് ആൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 48 മിനിറ്റ് ആകുമ്പോൾ 3-0 എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പിന്നീട് അങ്ങോട്ട് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് മാഞ്ചസ്റ്റർ സിറ്റി നടത്തി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി സോളിഡ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റി. ഗോളുകൾ പിന്നീട് അങ്ങോട്ട് കൺസീഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മാച്ചിനെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ, ചില ആളുകൾ മാച്ച് കാണാതെ ജസ്റ്റ് മാച്ചിന്റെ ഈ ഒരു സ്കോർ എടുത്ത് നോക്കുമ്പോൾ 3-0 വിൻ, അപ്പോൾ ആഴ്ഫണലിന്റെ ഒരു സർവാധിപത്യം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല സംഭവം. 2 ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ആഴ്ഫണൽ സംബന്ധിച്ച് അവർ സ്കോർ ചെയ്തു, അവർക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ അവർ കൺവേർട്ട് ചെയ്തു, നല്ല അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു.
എസ്പെഷ്യലി ബിഗ് ചാൻസസ്, ഈ മാച്ചിൽ 4 ബിഗ് ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം. മറുഭാഗത്ത് ചാൻസസ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ അളവ് കുറവായിരുന്നു, അതൊക്കെ കൺവേർട്ട് ചെയ്യാനും പറ്റിയില്ല എന്നതാണ് എടുത്തു പറയേണ്ട സംഭവം. ബോൾ പൊസിഷനും ഷൂട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു മാൻ സിറ്റിയുടെ കൈവശം, പക്ഷേ സ്റ്റിൽ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് ഗോളുകൾ അടിക്കാൻ പറ്റിയില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം. ഓക്കെ, ഈ ഒരു മത്സരത്തിൽ നമ്മൾ കളി തുടങ്ങിയ സമയത്ത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ 2 ടീമും മാറി മാറി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു നമ്മൾ നോക്കുമ്പോൾ 2 ടീമും മാറി മാറി അറ്റാക്ക് ചെയ്യുന്നു. 2 ടീമും ഡിഫൻസ് അത്ര കെയർ ചെയ്യുന്നേ ഇല്ല, ഡിഫൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ കെയർ ചെയ്യുന്നേ ഇല്ല. ആഴ്ഫണൽ ആയാലും ശരി, അതുപോലെ തന്നെ സിറ്റി ആയാലും ശരി. സിറ്റി പിന്നെ ഡിഫൻസ് ഈ മാച്ചിൽ ഒന്നുമല്ല. സിറ്റിയുടെ ടാക്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു 2 ടീമും മാറി മാറിയുള്ള ഒരു അറ്റാക്ക്, ഒരു നല്ല മാച്ച് ഫസ്റ്റ് ഹാഫിൽ കണ്ടു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഹാഫിന്റെ അത്രയും ഇല്ല. സെക്കൻഡ് ഹാഫിലും 2 ടീമുകൾ മാറി മാറി അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു 3-0 ഗോൾ ലീഡ് വന്നതിന് ശേഷം ആഴ്ഫണൽ കുറച്ചുകൂടി ഡിഫൻസീവ് ആകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവർ കൗണ്ടർ മാത്രം ഫോക്കസ് ചെയ്യുന്ന കാണാം. ഫസ്റ്റ് ഹാഫിൽ കുറെ പാസ് ഒക്കെ ചെയ്തുള്ള അറ്റാക്കുകൾ നമുക്ക് കാണാൻ പറ്റിയെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ആ ഒരു 3rd ഗോൾ വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കൂടുതലും കൗണ്ടർ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ആഴ്ഫണലിനാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് അത്യാവശ്യം പിന്നെയും ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റിൽ, പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതേസമയം സിറ്റിയെ സംബന്ധിച്ച് സിറ്റി കുറെ പാസുകൾ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കുകൾ ബിൽഡ് ചെയ്യാനായിരുന്നു സിറ്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സീസണിലെ മാൻ സിറ്റിയുടെ മത്സരങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം. കഴിഞ്ഞ സീസണിലെ മറ്റേ EFL കപ്പ് ഫൈനലിൽ മാൻ സിറ്റി കുറേ ശ്രമിക്കുന്നു. ആഴ്ഫണൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നന്നായിട്ട് കളിച്ചു, അതിനുശേഷം മാൻ സിറ്റി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഗോളുകളൊന്നും വരുന്നില്ല, ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ മാൻ സിറ്റി സെക്കൻഡ് ഹാഫിൽ ഒരു 60 മിനിറ്റ്, അതായത് ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 50 മിനിറ്റിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഫുള്ള് ക്രോസ് ഇടലാണ്. ലെഫ്റ്റിൽ നിന്ന് ക്രോസ് ഇടുന്നു, റൈറ്റിൽ നിന്ന് ക്രോസ് ഇടുന്നു, മാറി മാറി ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ആ മാച്ചിൽ വന്ന 2 ഗോളും മറ്റേ നിക്കോയാണ് അടിച്ചത്. 2 ഗോള് വിങ് ബാക്ക് ആയിട്ടുള്ള നിക്കോ, 2 ഗോള് ക്രോസിനെ തുടർന്ന് വന്നിട്ടുള്ള ബോളായിരുന്നു. 2ഉം ഹെഡേഴ്സ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ക്രോസ് കൊടുക്കുന്നില്ല. ഈ സൈഡിൽ കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഈ സൈഡിൽ കൊണ്ടുപോകുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, നടുക്കൂടെ ബോൾ ബോക്സിനകത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഈ വിങ്ങി കളിക്കുന്ന പ്ലേയേഴ്സ് ആയാലും ബോക്സിനകത്ത് വന്നിട്ട് ഒരു കട്ട് പാസ് ഒക്കെ കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ക്രോസ് കൊടുക്കുന്നില്ല. ക്രോസ് കൊടുത്തിരുന്ന കുറച്ചുകൂടെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ക്രോസ് കൊടുത്തിരുന്നില്ല. എൻസോ മരസ്കയുടെ ടീം സാധാരണ ക്രോസ് ഒക്കെ കൊടുക്കുന്ന ഒരു ടീം തന്നെയാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഫസ്റ്റത്തെ മാച്ച് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. മറുഭാഗത്ത് ആഴ്ഫണൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തി. ഇനി ടാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് വരാം. 4-2-3-1 ഫോർമേഷനാണ് 2 ടീമും ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു ഫോർമേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അത് കഴിഞ്ഞൊരു 2 ഉണ്ടല്ലോ, ആ 2 ആണ് ഒരു നട്ടെൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന. ആ 2 പേര് ഡബിൾ പിയോട്ടാണ്. അവർ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം, അവർ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ വേണം. അതില്ലെങ്കിൽ കളി പോയി. അത് തന്നെയായിരുന്നു സിറ്റിക്ക് സംഭവിച്ചിരുന്നത്. ഈ മത്സരം എടുത്തു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ ഈ ഒരു 2 പൊസിഷനിൽ കളിച്ചിരുന്ന സിറ്റിയുടെ താരങ്ങൾ എന്ന് പറഞ്ഞാൽ കോച്ചിച്ചും അതുപോലെ തന്നെ മറ്റേ പുതിയ സൈനിങ് ആയിട്ടുള്ള വലിയൊരു ബിഗ് സൈനിങ് ആയിട്ടുള്ള എലീറ്റ് ആൻഡേഴ്സണുമാണ്. 2 പേരും ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്, 2 പേരും വലിയ പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സാണ്. പക്ഷെ സ്റ്റിൽ 2 പേർക്കും ഒരു രീതിയിലുള്ള കണക്ഷൻസും ഇല്ല. അതായത് എലീറ്റ് ആൻഡേഴ്സന് ഫുള്ള് കൺഫ്യൂഷനാണ്. നമ്പർ 6 ആയിട്ടാണോ ഞാൻ കളിക്കേണ്ടത്, നമ്പർ 8 ആയിട്ടാണോ ഞാൻ കളിക്കേണ്ടത്, അത് കൺഫ്യൂസ്ഡ് ആണ്. ആള് കയറിപ്പോകുന്നു, അവിടെ ഉള്ള സ്പേസ് കവർ ചെയ്യാൻ പറ്റുന്നില്ല, ആള് തിരിച്ചു വരുന്നു, ആ സമയത്ത് ഫ്രണ്ടിൽ സ്പേസ് ആകുന്നു. അങ്ങനെ ഫുള്ള് മൊത്തത്തിൽ ഈ 2 പേർക്കും അവരുടെ ആ ഒരു പൊസിഷൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഡിഫൻസീവ് കളിച്ചിരുന്ന എസ്പെഷ്യലി ഡിഫൻഡേഴ്സ് 2 സെന്റർ ബാക്സും കയറിപ്പോകാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിലും എസ്പെഷ്യലി ജോസ്കോ ഗാഡിയോൾ കുറച്ച് കയറി കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം സ്പേസ് കവർ ചെയ്യുക, ആ ഒരു സ്പേസ് കവർ ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ അത് കവർ ചെയ്യാൻ പോകുമ്പോൾ ഡിഫൻസ് ഓട്ടോമാറ്റിക്കലി ഷേക്ക് ആകുമല്ലോ. അതായിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ മാച്ചിൽ എൻറ്റയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് 3-0 എന്നൊരു സ്കോറേ അല്ല ഈ ഒരു മാച്ച്. ഈ ഒരു മാച്ച് ഒരു നല്ല രീതിയിൽ കുറച്ചുകൂടി 2 ടീമും സ്കോർ ചെയ്യുന്ന ഒരു സ്കോറിങ് മാച്ച് ആകേണ്ട ഒരു മാച്ച് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് ഒരു 1 സൈഡഡ് ആയിട്ടുള്ള സ്കോറായി മാറി എന്നതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സിറ്റിയുടെ ഡിഫൻസ് എസ്പെഷ്യലി നമ്മൾ പറഞ്ഞു, 2 സെന്റർ ബാക്ക് മാത്രമല്ല വിങ് ബാക്ക് ആയാലും വളരെ ശോകം പെർഫോമൻസ് ആയിരുന്നു ഈ മാച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ഗുവെ ആ ഒരു പൊസിഷനിലേക്ക് വന്നതിന് ശേഷം സെക്കൻഡ് ഹാഫിലാണ് ആ ഗുവേനെ കളിപ്പിച്ചിരുന്നത്. ആള് വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ആ ഒരു ഡിഫൻസ് കുറച്ച് നന്നായിട്ട് നിൽക്കാൻ തുടങ്ങിയത്. വിങ് ബാക്ക് ആയിട്ട് ജോസ്കോ ഗാഡിയോൾ വിങ് ബാക്കിലോട്ട് പോയി, ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിലോട്ട് പോയി. അവിടേക്ക് ജോസ്കോ ഗാഡിയോൾ പോയതോടുകൂടി കുറച്ചുകൂടി
സോളിഡ് ആയിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ജോസ്കോ ഗാർഡിയോൾ പോയി. അപ്പോൾ കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റി എന്നതാണ്. അല്ലാത്ത വശം വളരെ 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 ശോകമായിരുന്നു ഇന്നത്തെ മത്സരത്തിലെ പെർഫോമൻസ് സിറ്റിയുടെ ഭാഗത്തു നിന്ന് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. സിറ്റിയുടെ ഭാഗത്ത് എടുത്തു പറയാനായിട്ട് മാഗ്വയുടെ ഒരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ, അതല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഒരാളെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഫിമിനിയോ വളരെ ശോകം പെർഫോമൻസ് ആണ് ഫിമിനിയോ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല എടുത്തു പറയേണ്ടത്, ആദ്യ 11 അവസരം കിട്ടി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിപ്പിച്ച ഫിൽ ഫോഡൻ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു നടത്തിയിട്ടുള്ളത്. പിന്നെ എർലിംഗ് ഹാലൻഡിന് കൂടുതൽ ബോളുകൾ കിട്ടുന്നില്ലായിരുന്നു. ആൾക്ക് കിട്ടിയ 1-2 ബോളുകൾ ആൾക്ക് പ്രോപ്പറായിട്ട് ഫിനിഷിങ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആൾക്ക് കുറച്ചെങ്കിലും നന്നായിട്ട് മറ്റേ ഡോക്കു കളിച്ചിരുന്നു. പക്ഷെ ഡോക്കുവിന് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ് തന്നെ ഇഞ്ചുറിയാണ്, ആള് റീപ്ലേസ് ചെയ്തു. അങ്ങനെ കുറച്ച് ഫുള്ളി പ്രശ്നങ്ങളാണ് സിറ്റിയിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. മറുഭാഗത്ത് ആൾഫണൽ പെർഫെക്റ്റ് ആയിട്ട് കളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾഫണൽ ഓക്കെയാണ്. ആൾഫണലിലെ ഗെയിം കണ്ടവർക്കറിയാം ആൾഫണൽ ഓക്കെയാണ്. ആൾഫണലിൽ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ അവരുടെ മിഡ്ഫീൽഡിൽ. അത് പക്ഷെ പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമല്ല, അറിയാലോ. അവിടെ ഡെക്ലൻ റൈസിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ തീർന്നു, ആ ഒരു പ്രശ്നം അവിടെ തീർന്നു. അപ്പോൾ അതൊരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല അറിയാലോ, ബ്രൂണോ ഗുമീറസ് കളിച്ചിരുന്നത് അദ്ദേഹം ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഇനി 1-2 ആഴ്ചയായിട്ടുള്ളൂ ഈ ഒരു ആൾഫണൽ ക്യാമ്പിൽ ആൾ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. പക്ഷെ സ്റ്റിൽ അവിടെ ഡെക്ലൻ റൈസിനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. പിന്നെ അറിയാലോ, ബ്രൂണോ ഗുമീറസ് എന്ന് പറയുമ്പോൾ ആൾക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ട്. മറുഭാഗത്ത് എലീറ്റ് ആൻഡർസനെ പോലെയല്ല, ബ്രൂണോ ഗുമീറസിന് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുമീറസ് അത്യാവശ്യം ആ ഒരു എക്സ്പീരിയൻസ് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുമ്പോൾ 4-2-3-1 ഫോർമേഷൻ ഞാൻ പറഞ്ഞു, അതിൽ ആ 2 പേര് ഡബിൾ പിവോട്ടായിട്ട് കളിക്കുന്നവരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സിറ്റിയിൽ അവർ 1 ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പുറത്ത് അവർ ഫ്ലോപ്പ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ ചെറിയ രീതിയിൽ അവർക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിംഗ് മിഡായിട്ട് കളിച്ച പ്ലേയേഴ്സാണ്. അതായത് മാർട്ടിൻ ഒഡേഗാർഡ് അവിടെ കളിക്കുന്നതുകൊണ്ട് തന്നെ, മാർട്ടിൻ ഒഡേഗാർഡ് അത്യാവശ്യം മിഡ്ഫീൽഡിൽ നന്നായിട്ട് ഇറങ്ങി കളിക്കും. അപ്പോൾ അങ്ങനെ ആൾ ഇറങ്ങി കളിക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആയി. പക്ഷെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇറങ്ങി കളിക്കത്തില്ല. അറിയാലോ, ഫിൽ ഫോഡൻ എന്ന് പറയുമ്പോൾ നല്ല ഡീപ്പായിട്ടൊന്നും പോകത്തില്ല. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ എടുത്തു കാണപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു സംഭവം. അപ്പോൾ എന്തായാലും ഈ മത്സരത്തിലെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബോൾ പൊസിഷൻ 41% ഈ ഒരു മത്സരത്തിൽ ആൾഫണലിനുണ്ടായിരുന്നത്. സിറ്റിക്ക് 59%. ബിഗ് ചാൻസസ് ആൾഫണൽ 4, സിറ്റി ഒരേ ഒരെണ്ണമാണ്. അതുപോലെ തന്നെ ടോട്ടൽ ഷൂട്ട്സ് സിറ്റി 12, അതുപോലെ തന്നെ ആൾഫണൽ 9. ഓൺ ടാർഗറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 5-5 വീതമാണ് 2 ടീമും അടിച്ചിട്ടുള്ളത് ഓൺ ടാർഗറ്റ്. എടുത്തു പറയേണ്ടത് കോർണേഴ്സ്, 4 കോർണേഴ്സ് സിറ്റി നേടിയപ്പോൾ മറുഭാഗത്ത് 2 അറിയാലോ, നമ്മൾ ആൾഫണലിനെ സംബന്ധിച്ച് ആൾഫണൽ കോർണറൊക്കെ വളരെ മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിലെയും അവരുടെ ആ ഒരു കോർണർ എടുക്കുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് എല്ലാ പ്ലേയേഴ്സും കൂടി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി പാസുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 413 പാസുകൾ ആൾഫണൽ ചെയ്തപ്പോൾ മറുഭാഗത്ത് 582 പാസുകളായിരുന്നു സിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബോൾ പൊസിഷൻ അതുപോലെ തന്നെ ഈ ചാൻസ് ക്രിയേഷൻ, ഈ ഒരു 2 കാര്യങ്ങൾ, അതായത് ബോൾ പൊസിഷൻ മാൻ സിറ്റിയുടെ കയ്യിലായിരുന്നു, അതുപോലെ തന്നെ ഷൂട്ടുകൾ അവരാണ് അടിച്ചത്, ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചു, കോർണേഴ്സ് വാങ്ങി, എല്ലാ മേഖലയിലും അവരുണ്ട്. പക്ഷെ ഇപ്പുറത്തെ ഭാഗത്ത് ചാൻസ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സിറ്റിയുടെ ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് പ്രശ്നങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് തന്നെ മാക്സിമം ചെയ്യും. ആൾഫണലിനെ സംബന്ധിച്ച് ആൾഫണലിന്റെ മിഡ്ഫീൽഡിൽ ആ ഒരു ചെറിയൊരു പ്രശ്നം അത് അറിയാലോ, ഡെക്ലൻ റൈസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് തീർന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ആൾഫണൽ വളരെ സോളിഡാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി മാച്ചിലെ പെർഫോമൻസ്, സിറ്റിയുടെ ഭാഗത്ത് മാഗ്വയെ ഒഴികെ വേറെ ഒരാളെയും ഞാൻ പറയത്തില്ല. കോച്ചിച്ച് സെക്കൻഡ് ഹാഫിൽ എലിയറ്റ് ആൻഡർസൺ സബ് ചെയ്തതിന് ശേഷം ആൾക്കൊരു ക്ലാരിറ്റി വന്നു എവിടെയാണ് ഞാൻ കളിക്കേണ്ടത് എന്നത്. ആള് അതിന് ശേഷം കളിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല സിറ്റിയെ സംബന്ധിച്ച്. മറുഭാഗത്ത് കുറേ പേര് പറയാൻ പറ്റും. മാർട്ടിൻ ഒഡേഗാർഡ് 8.5 റേറ്റിംഗുമായിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആൾ നടത്തി. അതുപോലെ തന്നെ സോളിഫ് 8.1 റേറ്റിംഗ് ആയിട്ട് കിടിലൻ പെർഫോമൻസ് സോളിഫിന്റെ ഭാഗത്ത് കണ്ടു. കൈ ഹവേർഡ്സ് 7.1 റേറ്റിംഗുമായിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആൾ നടത്തി. ലൂയിസ് കെല്ലി എടുത്തു പറയണം, യങ് പ്ലെയർ ആണ്, 7.2 റേറ്റിംഗുമായിട്ട് ഒരു ബ്രില്യൻ പെർഫോമൻസ് ആൾ നടത്തിയിട്ടുണ്ടെന്ന്. കാലിഫോറി അറിയാലോ, ഫസ്റ്റത്തെ ഗോൾ നേടിയതാണ്. 7.6 റേറ്റിംഗുമായിട്ട് ആളും ഒരു ബ്രില്യൻ പെർഫോമൻസ് നടത്തി. പിന്നെ ബെൻ വൈറ്റ് ആളും കിടിലനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. 8.3 ആളുടെ റേറ്റിംഗ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഡേവിഡ് റേയ.
ആള് ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഡേവിഡ് റയയുടെ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. കാരണം 4 സേവുകൾ, എണ്ണം പറഞ്ഞ 4 സേവുകൾ ആൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 7.7 റേറ്റിംഗ്. ബോക്സിന് വെളിയിൽ നിന്നും ബോക്സിനകത്ത് നിന്നും 2 വീതം സേവുകൾ വെച്ച് 4 സേവുകളായിരുന്നു ആൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. റീബൗണ്ട് കളക്ട് ചെയ്തിട്ടൊക്കെ ഷൂട്ടുകൾ വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ ആൾ സേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബ്രില്യൻ പെർഫോമൻസ് ആളുടെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റി. എന്തായാലും ഒരു തകർപ്പൻ മാച്ച് തന്നെയായിരുന്നു ഈ ഒരു മാച്ച്. ഈ ഒരു മാച്ച് മിസ് ചെയ്തവർക്ക് അതൊരു വലിയ മിസ് തന്നെയാണ്. എന്തായാലും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയാം. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫൂട്ടൈൽ.